കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഹിറ്റ്ലറെ, ഹിറ്റ്ലറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നേ, ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്ക്. ഹിറ്റ്ലറെ, ഹിറ്റ്ലറിന് എന്നോട് ദേഷ്യമുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിനിടയിലെ മരിച്ചുപോയ ഭാര്യയ്ക്ക് ഒരു സ്ഥാനവും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്ഥാനമൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ എനിക്ക് ആ ചിത്രം കാണുമ്പോ ആകെ ഒരു അസ്വസ്ഥതയാ. അതുകൊണ്ടാ ഹിറ്റ്ലറെ ഞാനത് എടുത്തു മാറ്റിയേ. നിന്റെ വീട്ടിൽ ഇതുപോലൊരു ചിത്രം വെച്ചിട്ടുണ്ടല്ലോ, നിന്റെ അമ്മയുടെ. നിന്റെ അമ്മ മരിച്ചിട്ട് ഇപ്പൊ എത്ര വർഷങ്ങളായി? എന്നിട്ട് ഇപ്പോഴും ആ ചിത്രം നിന്റെ അച്ഛൻ അവിടെ വെച്ചിരിക്കുന്നില്ലേ? എന്തുകൊണ്ടാ? മരിച്ചുപോയെങ്കിലും ഒരിക്കൽ നമ്മളെ സ്നേഹിച്ചിരുന്നവരല്ലേ? അവരെ ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർക്കാൻ ഒരു ചിത്രം സൂക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്? എന്റെ പൊന്നി ഹിറ്റ്ലറെ, ഹിറ്റ്ലറിന് സുപ്രിയെ ഓർക്കാൻ ഒരു ചിത്രത്തിന്റെ ആവശ്യമുണ്ടോ? ഈ മനസ്സിൽ നിറയെ സുപ്രിയയില്ലേ? അത് പോരെ? സുപ്രിയയുടെ ഓർമ്മകളൊക്കെ ഹിറ്റ്ലറിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയി എന്ന് പറയുമ്പോഴും എനിക്കറിയാം ഹിറ്റ്ലറെ, അതൊന്നും ഒരിക്കലും മാഞ്ഞു പോവില്ലെന്ന്. സുപ്രിയെ മറക്കാൻ നിങ്ങൾക്ക് ഈ ജന്മത്ത് കഴിയേയില്ല. സുപ്രിയെ മറന്നിട്ട് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാനും പറ്റില്ല. പക്ഷേ അതിനൊരു ചിത്രം ഈ വീട്ടിൽ ആവശ്യമില്ല. അതെന്റെ മനസമാധാനം കെടുത്തും. സത്യം ഹിറ്റ്ലറെ ഞാൻ പറയുന്നേ. എന്റെ മനസ്സുകൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? സുപ്രിയ തന്നതിന്റെ ഒരു 100 ഇരട്ടി സ്നേഹം ഞാൻ നിങ്ങൾക്ക് തരാം. എന്നാലും അതിനി ഇവിടെ വേണ്ട. നിങ്ങളുടെ സ്നേഹം അതിനെയും ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല ഹിറ്റ്ലറെ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് എന്നെ മാത്രം സ്നേഹിച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചോണം. ഹാവൂ, സമാധാനായി. ഇപ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചൂലോ, അത് മതി. നിങ്ങളെ സ്നേഹിക്കാൻ ഇനി ഞാനില്ല ഹിറ്റ്ലറെ. അതെനിക്കറിയാം. സുപ്രിയെ സ്നേഹിക്കാൻ എനിക്കൊരു ചിത്രത്തിന്റെ ആവശ്യമൊന്നുമില്ല. എപ്പോഴും ആ ചിത്രം കാണുന്ന നിനക്ക് അസ്വസ്ഥതയാണെങ്കിൽ നമുക്ക് ആ ചിത്രം വേണ്ട. നിന്റെ സ്നേഹത്തിൽ എനിക്കൊരു തരിമ്പ് പോലും സംശയമില്ല. ഇല്ലല്ലോ. ദേ, അതുകൊണ്ട് ഇവിടെ നിർത്തിക്കോണം. ഇനി മേലിൽ ആ ചിത്രത്തിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞേക്കല്ലേ. ആ അധ്യായം ഇവിടെ ഇതോടെ അവസാനിച്ചു. ഓക്കെ? ഓക്കെ. ഞാനൊരു കാര്യം പറയട്ടെ ഹിറ്റ്ലറെ? ഇപ്പൊ എന്റെ ഹൃദയം ഇടിക്കുന്നത് പോലും ഹിറ്റ്ലർ ഹിറ്റ്ലർ എന്നാ. ആണോ? നിന്റെ ഹൃദയം പിടിക്കുന്ന അങ്ങനെയാ? സത്യം? ശരിക്കും? ആണോ? സത്യമാണോ? ശരിക്കും. കണ്ണാ, ഭഗവാനെ, നിന്റെ കുസൃതികളൊക്കെ ആർക്കാ അറിയാത്ത? അതാ ഹിറ്റ്ലറിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയായിരുന്നു പിണക്കവും പരിഭവവും ഒക്കെ. പക്ഷെ ഒന്നെനിക്കിപ്പോ മനസ്സിലായിട്ടോ, ആ മനസ്സ് നിറയെ
എന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ഇപ്പോ. ഇതുവരെ ഞാൻ കാണാതിരുന്ന ആ മനസ്സ് ഇന്നലെ ഞാൻ കണ്ടു. ഞാൻ കരുതിയത് സുപ്രിയെക്കുറിച്ചുള്ള കുറച്ച് ഓർമ്മകളെങ്കിലും അവിടെ ഉണ്ടാവുന്ന. പക്ഷെ ഇല്ല, അതൊക്കെ മാഞ്ഞുപോയി. അവിടെ ഇപ്പോ ഈ ജ്യോതി മാത്രമേ ഉള്ളൂ. കണ്ണ, ഞാൻ നിന്നോട് എങ്ങനെയാ നന്ദി പറയണ്ടേ? എനിക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ നയതന്ത്ര വിദഗ്ധനാ നീ. ഇല്ലെങ്കിൽ പിന്നെ ആ കൗരവരെയും പാണ്ഡവരെയും ഉപയോഗിച്ച് നിന്റെ ശത്രുക്കളെ മുഴുവൻ നീ കൊന്നെടുക്കോ? അത്രയ്ക്ക് മിടുക്കനാ നീ. ഹിറ്റ്ലറിന്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഇത്രയും ആഴത്തിലുള്ള സ്നേഹം പതിപ്പിച്ചു കൊടുത്തത് നീയാന്ന് എനിക്കറിയാം. ഇപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി കണ്ണ, എന്റെ ഹിറ്റ്ലർ എന്നിൽ നിന്നും ഇനി എങ്ങോട്ടും പോവില്ല, ആരിലേക്കും പോവില്ല. ഏത് സുപ്രിയ വന്നാലും ഹിറ്റ്ലർ ഇനി ഈ ജ്യോതിയുടേത് മാത്രമായിരിക്കും. നിനക്ക് വളരെ നന്ദിയുണ്ട് കേട്ടോ. വെരി വെരി താങ്ക്സ്. ഇവളും എന്നെ പോലെ ഇംഗ്ലീഷ് പറയുന്നു? നോ നോ നോ, ഇവിടെ ഇംഗ്ലീഷ് ഞാൻ മാത്രമേ പറയാൻ പാടുള്ളൂ. ഹലോ ബേട്ടി. ദേ, ഒരു കാര്യം ഞാൻ പറയാം. കണ്ണനോട് പ്രാർത്ഥിക്കുമ്പോഴായാലും അല്ലാതെ ആയാലും ഈ വീട്ടിൽ ഇംഗ്ലീഷ് പറയാനുള്ള അവകാശം എനിക്ക് മാത്രം. ദേ, അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടേ. വൈ യു ലാഫിംഗ്? അമ്മയുടെ ഇംഗ്ലീഷ് ഒന്നും ഞാൻ എടുത്തിട്ടേ ഇല്ല. അത് അമ്മ തന്നെ അങ്ങ് പറഞ്ഞാ മതി. അല്ല, നീ ഇന്ന് വളരെ ഹാപ്പി ആണല്ലോ. എന്തു പറ്റി? കണ്ണൻ പ്രസാദിച്ചോ? കണ്ണൻ ഇന്നല്ല, ഇന്നലെ പ്രസാദിച്ചു. എന്താ പറഞ്ഞത്? അമ്മേ, ഈ കണ്ണനും പ്രസാദിച്ചു, ആ കണ്ണനും പ്രസാദിച്ചു. ആ കണ്ണനോ? ഏത് കണ്ണൻ? അമ്മയുടെ മോൻ അല്ലാണ്ടാരാ? കള്ളക്കണ്ണൻ. ആ കണ്ണനും പ്രസാദിച്ചു. ഉള്ളതാണോടി മോളെ? അപ്പോ ഉടനെ തന്നെ ഒരു കുഞ്ഞിക്കാൽ ഈ മുറ്റത്ത് ഓടി നടക്കൂ? പോവുമ്മേ. മൈ ലിറ്റിൽ കണ്ണ, രാവിലെ തന്നെ നീ എനിക്കൊരു ഹാപ്പി ന്യൂസ് ആണല്ലോ തന്നത്. അവര് രണ്ടുപേരും പിണക്കമൊക്കെ മാറി ഒന്നായോ? ഹോ, താങ്ക് യു കണ്ണ, താങ്ക് യു വെരി മച്ച്. യു ആർ മൈ സ്വീറ്റ് കണ്ണൻ. ഐ ലവ് യു കണ്ണ, ഐ ലവ് യു. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ. ഇതെന്തു പറ്റി? മരുമക്കളെ, വാ വാ. നിങ്ങൾ ചായ കുടിച്ചായിരുന്നോ? ഇല്ലല്ലോ, കുടിച്ചില്ല. എല്ലാവർക്കുള്ള ചായ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കുടിക്കാം. താങ്ക്സ്. താരെ, നിനക്ക് അന്നത്തെ ആടി ഇത്തിരി കൂടിപ്പോയെന്ന് എനിക്കറിയാം കേട്ടോ. സോറി. കുടിക്ക. നിനക്ക് ചായ വേണ്ടേ മായേ? കുടിച്ചോ. കുടിക്കുന്നേ. ഞാൻ ഹിറ്റ്ലറിന് ചായ കൊടുത്തിട്ട് വരാം കേട്ടോ. ചായ കുടിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാനും സഹായിക്കാം. ഇവൾക്ക് ഇതെന്തു പറ്റി? തലയുടെ പിരി വല്ല ലൂസായി പോയോ? ഇത് പിരി ലൂസായി പോയതല്ല താരേച്ചി. ഇത് DK ജ്യോതിയുടെ പിരി ശരിക്കും മുറുക്കിയതാ. ഇപ്പൊ അവര് തമ്മില് മൂകാംബികയെ പോയി വന്നതിനേക്കാൾ സ്നേഹത്തില. ഇതൊക്കെ എത്ര നാളത്തേക്കാണെന്ന് കണ്ടറിയാം. ജ്യോതിയല്ലേ ആള്. അടുത്ത എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് ഉടനെ ഒരു ബഹളം ഉണ്ടാക്കും. അതോടെ DKയും ജ്യോതിയും തമ്മിൽ അടിച്ചു പിരിയുകയും ചെയ്യും.
വീണ്ടും തമ്മിൽ ഉടക്കും. ഇതൊക്കെ തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെയല്ലേ മായേച്ചി ലൈഫ് എന്ന് പറയുന്നത്. പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും അല്പം വഴക്കിട്ടും പ്രണയിച്ചും അങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുന്നല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അവളുടെ ഒരു ഭാഗ്യം. DK പോലൊരു ഭർത്താവിനെ ഈ ജന്മത്തെ അവൾക്ക് കിട്ടിയില്ലേ. പൊട്ടന് ലോട്ടറി അടിച്ച പോലെയെന്നും പറയാം. ഏട്ടാ ചായ. എന്തെങ്കിലും നോക്കണേ. ഇങ്ങനെ നോക്കല്ലേ ഹിറ്റ്ലറെ. എനിക്ക് നാണം വരും കേട്ടോ. എന്തേ കാണിക്കണേ? അവരകത്തുണ്ട്, ആരെങ്കിലും കാണൂട്ടോ. എന്റെ ഗുരുവായൂരപ്പാ, നമ്മുടെ മരുമക്കൾ എല്ലാരും അടുക്കളയിലുണ്ട് കേട്ടോ. ആരെങ്കിലും കണ്ട നാണം കേടാ. എന്റെ ഹിറ്റ്ലറെ അവരെങ്ങാനും കണ്ട പിന്നെ എന്റെ മകനും പോവും പറഞ്ഞേക്കാം. കൈവിട്, കൈവിട്, വേണ്ട. വാട്ട് ഈസ് ദിസ്? അമ്മേ, അത് പിന്നെ കൈ തട്ടി ഗ്ലാസ് ചായ പൊട്ടിപ്പോയി. ഇങ്ങനെ പോയാ ഒരുപാട് ഗ്ലാസ് ഇനി ഇവിടെ പൊട്ടും. ദേ മര്യാദയ്ക്ക് വൃത്തിയാക്ക്. എവിടെ നോക്കട്ടെ. ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞതാണോ അതോ മനഃപൂർവ്വം താഴെയിട്ട് ഉടച്ചതാണോ? ഇനിയിപ്പ എന്താ ചെയ്യാ? DKയും ജ്യോതി ഇങ്ങനെ പ്രണയിക്കുന്നതേ അവരുടെ ലൈഫിന് നല്ലതായിരിക്കും. അത് ദോഷം ചെയ്യുന്ന നമുക്കാ. അതുകൊണ്ട് നമുക്കെന്ത് ദോഷം ഉണ്ടാവുന്ന? ഇങ്ങനെ ആയാൽ അവൾ ഉടനെ പ്രഗ്നന്റ് ആവും. അവളുടെ കുഞ്ഞെ ഈ വീട്ടിൽ ഓടിക്കളിച്ചു നടക്കും. നമ്മളൊക്കെ വെറുതെ അതിന്റെ പിന്നാലെ ഓടി നടക്കും. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. ആദ്യം അവളുടെ കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പോക്ക് പോയാൽ അതൊക്കെ നടക്കും. ആദ്യം ഈ വീട്ടിൽ വന്ന മരുമക്കൾ ആരാ? നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കുട്ടി ഉണ്ടാവാതെ അവൾക്ക് കുട്ടികൾ ഉണ്ടാവണ്ട. നമുക്ക് അപേക്ഷ തന്നിട്ടല്ല അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നത്. അതവർക്ക് ദൈവം കൊടുക്കുന്നത്. അതിപ്പോ നമുക്ക് എങ്ങനെ തടയാൻ പറ്റാ? മായിച്ചി, അനുതാത്തൊന്നും പറയല്ലേ. അവർക്കൊരു കുഞ്ഞു ജനിക്കുന്ന കാണാൻ അമ്മ ഇത്ര നാളായി പ്രാർത്ഥിക്കുന്നതാ. അമ്മയെന്നല്ല ആര് പ്രാർത്ഥിച്ചാലും അങ്ങനെ ഒരു കുഞ്ഞ് ഈ വീട്ടിൽ ജനിക്കാൻ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അല്ലെങ്കിൽ ആദ്യം നമ്മൾ 3 പേരിൽ ഒരാൾക്ക് കുഞ്ഞ് ജനിക്കണം. ഈ വീട്ടിൽ ആദ്യം വന്നവരാരാ? നമ്മളല്ലേ? നമുക്കൊന്നും ഉടൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ജ്യോതി തന്നെ ആദ്യം പ്രസവിക്കും. ഇല്ല, അങ്ങനെ സംഭവിച്ച ആ കുഞ്ഞ് ഈ വീട്ടിൽ വളരില്ല. വേണ്ടി വന്നാ അതിനെ കൊന്നുകളയാനും ഞാൻ മടിക്കില്ല. മായച്ചി, എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, ഭ്രാന്ത. എനിക്ക് ഭ്രാന്ത. ഈ മായച്ചിക്ക് ഇത് എന്തു പറ്റി? ആർക്കറിയാം. ഇനി ഇവര് ഈ വീട്ടിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടോ.
മായച്ചിക്ക് ഉടനെ കുട്ടികളുണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ സങ്കടത്തിലാവും മായച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്. മായിച്ചയ്ക്ക് ഉടനെ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നല്ല ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഇനി ഉണ്ടാകാനേ സാധ്യതയില്ലെന്ന്. കഷ്ടം, പാവം മായച്ചി, ഇതെങ്ങനെ സഹിക്കും? ഇതിനകത്ത് വേറൊരു അപകടമുണ്ട് താരേച്ചി. എന്താ അപകടം? മായിച്ചി ഇപ്പോ നമ്മുടെ കാര്യത്തിൽ വലിയ പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഗർഭിണിയായാലും മായിച്ചിയുടെ മാനസികാവസ്ഥ ഇത് തന്നെയായിരിക്കും. അത് സൂക്ഷിക്കണം. ചിലപ്പോ നമുക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ കൊല്ലാൻ പോലും മായിച്ച് മടിക്കില്ല. സത്യാണോ ചിത്ര? മായിച്ചിയുടെ ഉള്ളിലൊരു സൈക്കോ ഭാവം വളർന്നിട്ടുണ്ട്. അത് മായിച്ച ഒരു മാനസിക രോഗിയാക്കിയേക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. ഡോക്ടർ സുഷമ എന്നോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചു. DK അത് ഒന്നും പറയണ്ട. ഞാൻ ഈ കാര്യം അറിഞ്ഞതായി ശ്രീറാം മായോട് പറയാൻ വേണ്ട. വിശദമായ ട്രീറ്റ്മെന്റ് വേണമെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്. മായ ആകെ വിഷമത്തില. ഒരു തവണ കുഞ്ഞ് വേണ്ടെന്ന് വെച്ചെൻ്റെ വിഷമം അവൾക്കിപ്പോ. അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ അവളിപ്പോ കരയുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങളുണ്ടാവുന്നതും ഉണ്ടാകാതിരിക്കുന്നതൊക്കെ ദൈവത്തിന്റെ തീരുമാനങ്ങളാണ്. ശാസ്ത്രം വല്ലാതെ പുരോഗമിച്ച് ഈ കാലത്ത് എല്ലാറ്റിനും വഴിയുണ്ട്. ചെന്നൈയിലോ ബാംഗ്ലൂരിലോ ഒക്കെ നല്ല ക്ലിനിക്കുകളുണ്ട്. അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുത്താൽ മതി, എല്ലാം ശരിയാവും. കുറച്ചുനാള് നിങ്ങൾ രണ്ടുപേരും കൂടി അവിടേക്ക് മാറി താമസിച്ചാൽ മതി. എന്നിട്ട് മായ കൺസീവായ ശേഷം മാത്രം തിരിച്ചു വന്നാൽ മതി. അപ്പോൾ ആളുകൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതല്ല DK, കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ വേറൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാനാ മായയുടെ തീരുമാനം. അഡോപ്ഷനെ കുറിച്ചൊന്നും ഇപ്പം ആലോചിക്കണ്ട. അഡോപ്റ്റ് ചെയ്യപ്പെട്ടാൽ എങ്ങനെയായാലും മറ്റുള്ളവരറിയും. അത് വേണ്ട. ഇനിയൊരു കുഞ്ഞ് നിങ്ങളുടേതായിട്ട് തന്നെ ജനിക്കണം. അതിനൊരു വഴിയേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് ചെന്നൈയിലോ ബാംഗ്ലൂരിലോ പോകണം. ഡോക്ടർ സുഷമ 1-2 ക്ലിനിക്കുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മായോട് നീ ഒന്ന് സംസാരിക്കേ. ഞാൻ സംസാരിക്കാം DK. പിന്നെ നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഡോക്ടർ സുഷമയുടെ അഭിപ്രായമായിട്ട് മാത്രം നീ മായോട് പറഞ്ഞാൽ മതി. ശരി DK. മറ്റുള്ളവരോട് ആരോടും ഈ കാര്യം പറയാനേ പോകണ്ട. അതൊക്കെ സമയമാകുമ്പോൾ എല്ലാവരും അറിഞ്ഞാൽ മതി. ഇതിന്റെ പേരിൽ മായയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വീട്ടിലുണ്ടാവരുത്. അത് നീ വേണം ശ്രദ്ധിക്കാൻ. ശരി DK. എന്നപ്പോ ഇവൾക്കിതെന്ത് പറ്റി? ജ്യോതിയെ, എന്താ ഇത്? മാങ്ങ. വെറുതെ ആരെങ്കിലും മാങ്ങ തിന്നോ? അതിനൊരു കാരണം വേണ്ടേ? അങ്ങനെ വല്ലതും ഉണ്ടോന്നാ ചോദിച്ചേ. ഓ കുന്തം, ഒന്ന് പോയ അവിടുന്ന്. കണ്ടപ്പോ ചുമ്മാ കഴിക്കണം തോന്നി, അതുകൊണ്ട് കഴിച്ചെന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു പീസ് കഴിക്കാം. അയ്യോ, എനിക്ക് വേണ്ടായേ. പിന്നെ ഇതൊന്നും ആരും കാണണ്ട. കള്ളത്തരം കാണിച്ച് അവര് പറ്റിച്ചതിന്റെ കലി തീരാത്തവരും ഇവിടെ ഉണ്ട്. അത് നീ മറക്കണ്ട. അയ്യട, ചിരിക്കണ്ട. അവര് സംശയിക്കുന്നതിനെ കുറ്റവും പറയാൻ പറ്റില്ല. സംശയിക്കട്ടെ, അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടുപേരും കൂടെ ഇവിടെ എന്താ ഒരു ചുറ്റിക്കളി? ദേ കണ്ടില്ലേ, ജ്യോതി മാങ്ങ തിന്നുന്നു. അതിന് പിന്നിൽ എന്തെങ്കിലും കാരണമുണ്ടോന്ന് ചോദിക്കായിരുന്നു ഞാൻ. ഒരു തവണ ഇവളെല്ലാവരെയും പറ്റിച്ചു. ഇനി ആരും വിശ്വസിക്കില്ല. എന്റെ പൊന്നെ, എനിക്ക് വിശേഷം ഉണ്ടോന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, എനിക്കിവിടെ ഒരു മാങ്ങ പോലും തിന്നാൻ പറ്റത്തില്ലേ? എന്തൊരു കഷ്ടോ. ഹരിപ്രിയെ, സത്യത്തിൽ ജ്യോതിക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ? എനിക്കറിയില്ല. ഇതെങ്ങനെ വെറുതെ മാങ്ങ തിന്നുന്നതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.
എവിടെയോ എന്തോ പന്തികേടുണ്ട്. എന്തായാലും ഞാനൊന്ന് വിശദമായിട്ട് ചോദിക്കട്ടെ. അങ്ങനൊന്നും കാണില്ലായിരിക്കും. ഒരു മാങ്ങ തന്നു പറഞ്ഞ് വിശേഷം ഉണ്ടാവോ? ഈശ്വര, ഇനി അങ്ങനെ വല്ലതും കാണൂ. മായച്ചി, എന്താ പെണ്ണെ കിടന്ന് ബഹളം വെക്കുന്നേ? ദേ അവള് പിന്നെയും മാങ്ങ തിന്നുന്നു. മാങ്ങ തിന്നുന്നോ? ആര്? ആ ജ്യോതി. അവള് പിന്നെയും മാങ്ങ തിന്നുവാ. അവളിത് എന്തിനുള്ള പുറപ്പാടാ? വീണ്ടും നമ്മളെ പറ്റിക്കാനാണോ? അവളെ ഈ ജന്മത്ത് വിശ്വസിക്കരുത്. മായച്ചി, അവളുടെ ആ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ട്. എന്ത് കൺഫ്യൂഷൻ? അവള് ശരിക്കും ഗർഭിണിയാണോ എന്നാ എന്റെ കൺഫ്യൂഷൻ. അവൾ അങ്ങനെ വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, പക്ഷെ അവളുടെ പെരുമാറ്റം മുഴുവൻ അങ്ങനെ തന്നെ ആയിരുന്നു. കൂടെ മറ്റവളും ഉണ്ടായിരുന്നു, ഹരിപ്രിയ. എന്നാ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഒരു രഹസ്യം കാണും. അല്ല, താരേച്ചി ചോദിച്ചില്ല അവളോട്? ഞാൻ ചോദിച്ച എങ്ങനെ പറയൂ? രണ്ടും കൂടെ എന്നെ കളിയാക്കുന്ന രീതിയിലല്ലേ വർത്താനം. എന്നിട്ട് അവളുമാരെവിടെ? ഇവിടെ എവിടെ ഉണ്ട്.